ഹോ, ഇതുപോലെ ഇരണം കെട്ട ഒരു സാധനത്തിനെ എൻ്റെ 20 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവളിവിടെ വരുന്നത് BA മലയാളം പഠിക്കാനല്ല, കുരുത്തക്കേട് ഡിഗ്രി എടുക്കാനാ. ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷേ ഇന്ന് ഈ കുട്ടി ചെയ്തത് തെറ്റല്ല, തല്ലുകൊള്ളാത്തതിൻ്റെ അഹങ്കാരമാണ്. വെറുതെ പേഴ്സണൽ ഇഷ്യൂ തീർക്കാൻ വേണ്ടി എന്തൊക്കെയാ കള്ളത്തരം പറയുന്നത്. ഇങ്ങനെയൊന്നിനെ ഇനിയും ഇവിടെ സഹിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. സസ്പെൻഷൻ. ബോർഡ് മീറ്റിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് ഡിസ്മിസലാവും. സാർ പ്ലീസ്, ഈ ഒരു വട്ടം കൂടി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ വാക്ക് തരാം. സാറിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പുതിയ മാനേജ്മെൻറ്റ് കയറിയിട്ട് ആകെ 1 മാസമേ ആകുന്നുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മുഖം നോക്കാതെ തീരുമാനമെടുക്കാനാ അവരുടെ ഉത്തരവ്. അവരുടെ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യാനാ? ഡിസ്മിസൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ 10 ദിവസത്തെ സസ്പെൻഷന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഞാൻ ഇറങ്ങട്ടെ. അയാൾ പുറത്തേക്കിറങ്ങി. വലിയ പ്രമാണിയും പണക്കാരനുമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതുപോലെ ഒരു സന്തതി ഉണ്ടായിപ്പോയാൽ തീർന്നില്ലേ? അകത്തുനിന്ന് അവർ സംസാരിക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. അവൾ എവിടെ ബാല? ഏട്ടാ, അവൾ കുഞ്ഞല്ലേ, ഇത്തവണയൊന്നും പറയാൻ നിൽക്കണ്ട പ്ലീസ്. അവൾ എവിടെയെന്ന് പറയ്. അവളെ ഞാൻ പ്രണവിൻ്റെ കൂടെ വീട്ടിലേക്ക് വിട്ടു. ഓ, രക്ഷിച്ചു പറഞ്ഞു വിട്ടതാവുമല്ലേ? ഞാൻ എന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ, ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അയാൾ മുറുകിയ മുഖത്തോടെ കാറിലേക്ക് കയറി. കുഞ്ഞാറ്റെ, ഇവിടെ വാ. പുറത്തുനിന്ന് വല്യച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോഴേ കുഞ്ഞാറ്റ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കുഞ്ഞാറ്റെ, ഞാൻ അകത്തോട്ട് വന്നാൽ ചേച്ചിക്ക് കിട്ടുന്നതിന് മുന്നേ നിനക്ക് കിട്ടും. അയാളുടെ ഒച്ച കൂടിയതും അവൾ പേടിയോടെ പുറത്തേക്കിറങ്ങി. എന്താ വല്യച്ഛാ? നിന്റെ ചേച്ചി എവിടെ? ആര്? നിനക്ക് എത്ര ചേച്ചിയുണ്ട്? അമ്മു എവിടെ എന്നാ ചോദിച്ചത്. വല്യച്ഛാ, അമ്മു ചേച്ചിയെ തല്ലോ? ചേച്ചി പാവല്ലേ. ദേ കുഞ്ഞാറ്റെ, ഞാൻ അല്ലേലേ ദേഷ്യം പിടിച്ച് നിൽക്കാം, അവളെ ഇങ്ങോട്ട് വിളിക്ക്. നിങ്ങൾ എന്തിനാ ദാസേട്ട അവളോട് ദേഷ്യപ്പെടുന്നത്? ഇന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണക്കേട് കാരണം തലതാഴ്ത്തി നിന്നത് നീ അറിഞ്ഞോ ഭദ്രേ? ആദ്യം കരുതിയത് ചെറുപ്പത്തിൻ്റെ കുരുത്തക്കേടാണെന്നാ, വലുതാകുമ്പോൾ അങ്ങ് നേരെയാകുമെന്ന് കരുതി. എന്നിട്ടിപ്പോൾ വയസ്സ് 20 കഴിഞ്ഞു, ഇതുവരെ അവൾക്ക് കുഞ്ഞുകളി മാറിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതിനി? അയാൾ ഉമ്മറത്തെ ചാരുകസേലയിലേക്കിരുന്നു. അച്ഛാ. മുന്നിൽ വന്ന് നിൽക്കുന്നവളെ അയാൾ നോക്കി. ഈ മുഖം, അത് കാണുമ്പോഴാണ് വഴക്കു പറയാൻ തോന്നാത്തത്. എന്താ അമ്മു, അച്ഛനെ ഇങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കുന്നത് എന്തിനാ? അമ്മ, ഞാൻ സത്യമായിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ല. മോൾ ചെറിയച്ഛനോട് പറയ്, എന്തായിരുന്നു പ്രശ്നം? എന്തിനാ ഇന്നവിടെ പോലീസൊക്കെ വന്നത്? ചെറിയച്ഛൻ കേൾക്ക്, എൻ്റെ ബാച്ചിലൊരു പെൺകുട്ടിയുണ്ട്, ഒരു പാവം പിടിച്ച കൊച്ചാ. ഞാൻ ഇന്ന് ലൈബ്രറിയിൽ പോയപ്പോൾ ഞങ്ങളുടെ കോളേജിലെ ഒരു സാർ അവളോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ നേരെ ചെന്ന് പ്രിൻസിപ്പലിനെ കണ്ട് കാര്യം പറഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവരവളെയും ആ സാറിനെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. എന്തിനവൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. ആ സാറാണെങ്കിൽ എൻ്റെ പേരിൽ ഇല്ലാത്ത കുറേ കുറ്റങ്ങളും പറഞ്ഞു. ഞാൻ ആൺപിള്ളയുടെ തോളിൽ തൂങ്ങിയാണ് നടക്കുന്നത്, അധ്യാപകരെ റെസ്പെക്റ്റ് ചെയ്യില്ല, ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യും, അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. എല്ലാ ടീച്ചർമാരുടെയും കണ്ണിലുള്ളിലായതുകൊണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വന്നില്ല. അതുകൊണ്ട് അടിച്ച് കിട്ടി സസ്പെൻഷൻ. അല്ലാതെ ഈ ശിവാത്മികാദാസ് പൊറുക്കാൻ വയ്യാത്ത അപരാധമൊന്നും ആരോടും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും എൻ്റെ അമ്മുക്കുട്ടി ചീത്തക്കാര്യത്തിനൊന്നും പോയില്ലെന്ന് എനിക്കറിയാലോ. ബാലൻ അവളെ ചേർത്ത് പിടിച്ചു. ചെറിയച്ഛൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിയേണ്ടവരൊന്നും അറിയുന്നില്ലല്ലോ. അവൾ ദാസനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ ആ കോളേജിൻ്റെ പുതിയ ചെയർമാനെ ഒന്ന് കാണട്ടെ, ഇല്ലെങ്കിൽ മോൾക്ക് വേറെ കോളേജ് കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാവരെയും ഒന്ന് തറപ്പിച്ച് നോക്കി അയാൾ അകത്തേക്ക് നടന്നു.